പി കൃഷ്ണപിള്ളയും AKGയുമാണ് ഈ കേരളത്തിൽ ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിച്ചത്. ഏതെല്ലാം മേഖലകളിൽ പോയി ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ചു. അവർ അങ്ങനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ചാപ്പകുത്തി മാറ്റപ്പെട്ടിരുന്നെങ്കിൽ ഇവിടെ ട്രേഡ് യൂണിയൻ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. തൊഴിലാളികൾക്ക് മാന്യമായി അന്തസ്സോടെ നിന്ന് അവന്റെ അവകാശങ്ങൾ ചോദിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും പറയുന്നത് യുക്തിസഹമായിട്ടുള്ള കാര്യമല്ല. തൊഴിലാളികളുടെ സമരം കാണാൻ കണ്ണുകളില്ലേ സർക്കാരെ. നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഈ കേരളത്തിലെ മുഴുവൻ പണിയെടുക്കുന്നതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ്. അത്തരം ഒരു അഭിമാനം ഞങ്ങൾക്കുണ്ട്. സർക്കാർ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഒരു ഘട്ടം കഴിഞ്ഞാൽ അങ്ങ് നിർത്തി പോകും എന്ന് വിചാരിച്ചു. അതാണ് മിനിസ്റ്റർ നമ്മളെ 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും യാതൊരു ജനാധിപത്യ മര്യാദയില്ല. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ പ്രതിസന്ധിയാണ്. കാരണം ഇവിടെ നമ്മുടെ സമൂഹം എത്ര ആധുനികവൽക്കരിച്ചാലും ഒരു ടോയ്ലറ്റ് സംവിധാനങ്ങളോ അങ്ങനെ ഈ സമരക്കാർക്കെന്നല്ല, ഇവിടെ തെരുവിൽ ജീവിക്കുന്ന എത്ര പണിയെടുത്ത് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്ത് സംവിധാനം നമ്മുടെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. നമ്പർ വൺ എന്ന് പറയുമ്പോഴും കുത്തിയിളക്കിക്കൊണ്ടുവന്ന് ആട്ടിത്തെളിച്ചുകൊണ്ടുവന്ന് അങ്ങനെ വരുന്ന ആളുകളെ അവർക്ക് പരിചയമുള്ളൂ. ഇത്രയും അപമാനിക്കൽ നടത്തിയിട്ട് ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന 3 വനിതാ മന്ത്രിമാരുണ്ട്. ഇവിടെ വനിതാ കമ്മീഷനുണ്ട്. ഒരക്ഷരം ഇതരം വേണ്ടിയിട്ടില്ല. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവരുടെ സംഘടന സമരത്തിന് അങ്ങനെ ഇറങ്ങിയില്ലല്ലോ. ഞങ്ങൾ എപ്പോഴും സമരം പ്രഖ്യാപിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ പെട്ടെന്നൊരു സമരം നടത്തുക, അവരുടെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി. കാരണം ഈ നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. തൊഴിലിന് ക്രൈറ്റീരിയ വെക്കാം, പക്ഷെ വേതനത്തിന് ക്രൈറ്റീരിയ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഡെമോക്രാറ്റിക് അല്ലല്ലോ. ഇന്ത്യയിലെ ബാക്കി ആളുകളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോഴൊരു ഇടതുപക്ഷത്തിന്റെ തുരുത്ത് എന്നുള്ള നിലയിൽ. അപ്പൊ അത് അവര് അത്രയൊരു മാന്യത കാണിക്കണം. ഇടതുപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അവരുടെ പ്രൈം റെസ്പോൺസിബിലിറ്റിയാണ് പണിയെടുക്കുന്നവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. സമരത്തിന് വന്ന ആർക്കും ഓണറേറിയം കൊടുത്തിട്ടില്ല. വരാൻ പോലും വണ്ടിക്കൂലി ഇല്ലാത്ത ഒത്തിരിയേറെ പേരുണ്ട്. ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സമരം തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമരത്തിലേക്ക് ആശാവർക്കർമാരുടെ സമരം പോയിട്ടുള്ളത്. നിരാഹാര സമരവും തുടങ്ങി ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 6ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. സ്ത്രീകളുടെ മുൻകൈയിൽ മാത്രം നടക്കുന്ന ഒരു വലിയ സമരം. സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സമരം ഏത് തരത്തിലേക്ക് എതിർക്കപ്പെടുന്നു എന്നാണ് തോന്നുന്നത്? നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ധാരണ, പൊതുവെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരാകുക എന്നൊക്കെ പറയുന്നത് പുരുഷന്മാരാണല്ലോ. ഇപ്പോഴും കേരളം ഇന്ത്യയിൽ തന്നെ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റായിട്ട് പരിഗണിക്കുമ്പോഴും പല മേഖലകളിലും സ്ത്രീകൾക്ക് അത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ലല്ലോ. നമ്മുടെ ഇപ്പോൾ ഭരണതലത്തിലാണെങ്കിലും രാഷ്ട്രീയ തലപ്പത്താണെങ്കിലും ഇത്രയും കാലമായിട്ട് ഇവിടുത്തെ എത്രയോ പ്രമുഖമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തേക്ക് വരാൻ സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്ത്രീകളെ അങ്ങനെയാണ് കണക്കാക്കുന്നത്, ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ. അപ്പം അതുകൊണ്ട് അത്തരം ഒരു ചിന്താഗതി സമൂഹത്തിന് പൊതുവേ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ സമരത്തിന് വരുമ്പം ഈ സമരത്തെ ഇഗ്നോർ ചെയ്തത് സ്ത്രീകൾ എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകും എന്നാണ് അവർ വിചാരിച്ചത്. കാരണം സ്ത്രീകൾ എന്നുള്ള നിലയിൽ നമുക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. അപ്പം അത് നമ്മളെ ദീർഘകാലം ഇവിടെ ഇരിക്കാൻ അനുവദിക്കില്ല എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാര്യം തീരുമാനിച്ചുറച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്മാറില്ല. കാരണം നമ്മുടെ ലൈഫ് തന്നെ, സ്ത്രീകളുടെ ലൈഫ് തന്നെ അങ്ങനെയാണ്. എന്തെല്ലാം പെയിൻ നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നുണ്ട്. ഒരു കുടുംബം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് ഉൾപ്പെടെ
നമ്മളെടുക്കുന്ന പെയിൻ എന്ന് പറയുന്നത് വലിയ പെയിനാണ്. അത് പുരുഷന്മാർക്ക് കഴിയുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് അത്രയും നമ്മള് സമൂഹത്തിന്റെ ഒരു പിന്നോക്കാവസ്ഥ മൂലം നമ്മൾ സാമൂഹികമായി അത്രത്തോളം മുന്നോട്ട് വരുന്നില്ല എങ്കിൽ പോലും, ഇൻ ദ സെൻസ് ബഹുഭൂരിപക്ഷം വരുന്നില്ല എങ്കിൽ പോലും, മറിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുമ്പം സ്ത്രീകളുടെ അത്രയും പുരുഷന്മാർക്ക് നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എല്ലാ സമരങ്ങളിലും ഇപ്പൊ ഈ നടക്കുന്ന സമരങ്ങളാണെന്നല്ല, ഇന്ത്യയിൽ സ്ത്രീകളുടെ മുൻകൈയിൽ ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങളിൽ ഉൾപ്പെടെ എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സർക്കാർ നമ്മളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു. കാരണം നമ്മൾ കുറച്ച് ദിവസം ഘട്ടം കഴിഞ്ഞാൽ അങ്ങ് നിർത്തി പോകും എന്ന് വിചാരിച്ചു. അതാണ് മിനിസ്റ്റർ നമ്മളെ 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും യാതൊരു ജനാധിപത്യ മര്യാദയില്ല. ഒരു ജനാധിപത്യത്തിന് അതിന്റെ നോംസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇത് നിസ്സാരമായി ആദ്യം 5-ാമത്തെ ദിവസം വിളിച്ചു, അതിനുശേഷം 36-37 ദിവസം വിളിച്ചിട്ട് അവര് നമ്മളോട് 39-ാമത്തെ ദിവസം അവർ നമ്മളോട് എഴുന്നേറ്റ് പോകാൻ പറയുക എന്ന് പറയുന്നത് എത്ര അധാർമികമാണ്, നെറികേടെന്ന് വേണം പറയാൻ. അപ്പൊ അവര് വിചാരിക്കുന്ന അവര് പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോകുന്നത്. ഈ 39 ദിവസവും ഈ വിട്ടുവീഴ്ചയില്ലാതെ നിരവധിയായ പ്രതിസന്ധികളുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ പ്രതിസന്ധിയാണ്. കാരണം ഇവിടെ നമ്മുടെ ഈ സമൂഹം എത്ര ആധുനികവൽക്കരിച്ചാലും ഒരു ടോയ്ലറ്റ് സംവിധാനങ്ങളോ അങ്ങനെ ഈ സമരക്കാർക്കെന്നല്ല, ഇവിടെ തെരുവിൽ ജീവിക്കുന്ന എത്രയോ പണിയെടുത്ത് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്ത് സംവിധാനം നമ്മുടെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. നമ്പർ വൺ എന്ന് പറയുമ്പോഴും ഇപ്പൊ ഇവിടെ തെരുവിൽ മീൻ കച്ചവടം നടത്തുന്ന സ്ത്രീകളുണ്ട്. അവര് ദിവസം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നല്ലൊരു ശതമാനം ഓട്ടോ പിടിച്ച് ഏതെങ്കിലും സ്ഥലത്ത് പോയി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അതൊരു വലിയ വെല്ലുവിളിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ അതിനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെ ഇത്രയും സ്ത്രീകൾ, ആയിരക്കണക്കിന് സ്ത്രീകൾ ചില സമയങ്ങളിൽ വരും. അത് വളരെ ഒരു വെല്ലുവിളിയാണ് നമ്മളെ സംബന്ധിച്ചത്. പക്ഷെ നമ്മൾ അതിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ആരോഗ്യം പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാം, അതൊക്കെ എങ്ങനെയാ നമ്മള് സാധിച്ചെടുക്കില്ല? നമ്മൾ അതിന് സൗകര്യം ഉൾപ്പെടെ ഈ സമരത്തിൽ വരുന്നവരെ എന്തൊക്കെ നമ്മൾ അതിന് ഇവിടെ ഒരു ചെറിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഐക്കഫ് സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയിൽ അച്ഛന്മാരുടെ ഒരു സംവിധാനമുണ്ട്. അതാണ് നമ്മൾ. അപ്പം നമ്മൾ 3-4 വണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ട്രെയിൻ വെച്ച ആളുകളെ കൊണ്ടുപോയി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ അടുത്തുള്ള ഷോപ്സും പെട്രോൾ ബങ്ക് അതുപോലെ ഇത് ഒത്തിരി ആളുകൾക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അവിടെ ചെറിയ പരിമിതമായ സൗകര്യങ്ങളല്ലേ. എന്നാലും നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നു. അപ്പം നമ്മൾ വെള്ളം കുറച്ചു കുടിക്കാൻ നിർബന്ധിതമാകും. കാരണം ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, കലശലായ ആരോഗ്യ പ്രശ്നങ്ങൾ, നല്ലൊരു ശതമാനം ആളുകൾ 50 വയസ്സിൽ കൂടുതലുള്ളവരാണ്. എല്ലാവർക്കും ഷുഗറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്ഥിരമായി വന്നിരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ശാരീരിക ആവശ്യകതകളുമുണ്ട്. വീടുകളിൽ പിന്നെ നമ്മുടെ പരിചരണം കിട്ടേണ്ടുന്ന പുരുഷന്മാരുണ്ട്. ഇവിടെ സ്ഥിരമായി വന്നിരുന്ന ചില ആളുകളുണ്ട്. അവര് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷണം കോരി കൊടുക്കേണ്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വളരെ വലിയൊരു സ്ട്രഗിളാണ് ഇവിടെ നമ്മൾ ഈ സമരത്തിൽ ഇരിക്കുമ്പോൾ സ്ത്രീകൾ എന്നുള്ള നിലയിൽ ഏറ്റെടുക്കേണ്ടി വരുന്നത്. പിന്നെ കുടുംബ വസ്തുത, ഇപ്പൊ ഈ കിടക്കുന്ന ശോഭയുടെ ഭർത്താവ് മരിച്ചിട്ട് 8 വർഷമായി. 2 പെൺകുട്ടികളാണുള്ളത്. അതിൽ മൂത്ത മകള് കല്യാണം കഴിച്ചൊരു കുഞ്ഞൊക്കെ ഉണ്ട്. പക്ഷേ ആ കുട്ടി നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. ട്യൂഷൻ എടുക്കാൻ പോണേ ശോഭ കുഞ്ഞിനെ നോക്കിയാലേ ട്യൂഷൻ എടുക്കാൻ പോകണം. പക്ഷെ കഴിയുന്നില്ല. അവരുടെ ആകെ ലൈവ്ലിഹുഡ് അതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള നിരവധിയായ പ്രയാസങ്ങൾ നേരിടുകയാണ്. അതാണ് ജോലി എടുക്കാൻ വരുമ്പോ പോലും സ്ത്രീകൾ ഇരട്ട ജോലി സമരത്തിന് വരുമ്പോഴും അങ്ങനെ നമ്മുടെ വേറെ എല്ലാ ദിവസവും ഈ 43 ദിവസം ഇവിടെയുള്ള രാജി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് റീനിയൽ ഫെയിലറാണ്. പുള്ളിക്കാരനെ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്ത സമയങ്ങളെല്ലാം ചെയ്ത് വീട്ടിൽ കൊണ്ട് കിടത്തിയിട്ടാണ് വരുന്നത്. അച്ഛനും അമ്മയ്ക്കും ആർക്കാണ്ട് ക്യാൻസറാണ്. പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ജീവിത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഈ സമരവേദിയിൽ വന്നിരിക്കുന്നത് ഓരോരുത്തരും അനുഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കടബാധ്യത ഉണ്ടായിട്ട് അനിതാകുമാരിയുടെ ഒരു മോൾക്ക് ക്യാൻസറാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട്. ഒരു ആശാവർക്കർ, അവരുടെ സഹോദരൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ്. പുള്ളിയെ നോക്കേണ്ടുന്നത് ഇവരാണ്. അങ്ങനെയുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കെ, ഇതിന്റെ സങ്കീർണതകളൊന്ന് ആലോചിച്ച് നോക്കെ. അപ്പൊ ഇവര് ഈ സർക്കാർ വിചാരിക്കുന്നുണ്ട് ഒരു തൊഴിലില്ലാത്ത കുറെ ആളുകൾ ഇവിടെ വന്നിരിക്കുന്നെന്നാണ് വിചാരിക്കുന്നത്.
അപ്പൊ ഈ ആശാവർക്കർമാരും അംഗനവാടി ജീവനക്കാരും നോൺമിൽ തൊഴിലാളികളും ഈ 3 വിഭാഗങ്ങളും ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വീടുകളിൽ സ്ത്രീകൾ ചെയ്യുന്ന ഏതാണ്ട് സമാനമായ ആശാവർക്കർമാരുടെ അംഗനവാടി ടീച്ചർമാരുടെ കുറച്ചും കൂടി വിപുലമാണ്. എങ്കിലും ഇതിനൊക്കെ ഒരു സ്ത്രീ തൊഴിലിൻ്റെതായ എല്ലാ സ്വഭാവവുമുണ്ട്. വേതനം കുറയാനുള്ള കാരണവും നമ്മൾ ഈ സമരത്തിലേക്ക് തള്ളിയിട്ടതിന്റെ കാരണവും ഈ ഒരു പശ്ചാത്തലം കൂടിയിട്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം സ്ത്രീകളായതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. സമരത്തിനും ബഹളത്തിനും ഒന്നും വരില്ല, കൂലി കൂടുതൽ ചോദിക്കാൻ വരില്ല എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട്. അങ്ങനെയാണല്ലോ ഇത്രയും നാളത്തെ ഒരു ചരിത്രവും. ഇവരെല്ലാം പറയുന്നതിനനുസരിച്ച്, അതുകൊണ്ടാണ് പറയുന്നത് കുത്തിയിളക്കിക്കൊണ്ടുവന്ന് ആട്ടിത്തെളിച്ചുകൊണ്ടുവന്ന്. അങ്ങനെ വരുന്ന ആളുകളെ അവർക്ക് പരിചയമുള്ളൂ. മറിച്ച് സ്വയം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി വരുന്ന സ്ത്രീകളെ, ചങ്കൂറ്റത്തോടെ തൻ്റെ ഇടത്തോടെ ഇറങ്ങി വരുന്ന സ്ത്രീകളെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഗോപിനാഥൻ കൊടയുടെ കൂടെ ഉമ്മയും കൂടെ തന്നോ എന്ന് ചോദിക്കുന്നത് അയാളുടെ മുന്നിലിരിക്കുന്ന സ്ത്രീകളുടെ മുന്നിലിരുന്നത്. ആ സ്ത്രീകളെയാണ് അയാൾ അപമാനിക്കുക. പക്ഷെ അവർ അപമാനിതരാകുന്നില്ല. തിരിച്ച് സഖാവ് ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് നിർത്തണം എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഇത്രയും അപമാനിക്കൽ നടത്തിയിട്ട് ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന 3 വനിതാ മന്ത്രിമാരുണ്ട്. ഇവിടെ വനിതാ കമ്മീഷനുണ്ട്. ഒരക്ഷരം ഇതരം വേണ്ടിയിട്ടില്ല. മറിച്ച് കഴിഞ്ഞ ദിവസം ആർ ബിന്ദു എന്താണ് പറഞ്ഞത്? മന്ത്രി ആർ ബിന്ദു നട്ടല് വേണമെന്നാണ് പറഞ്ഞത്. ഈ സ്ത്രീകളുടെ അടുത്ത് വന്നിരുന്ന് അത് പറയാനുള്ള നട്ടല് അവർക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ സമരത്തിനിരിക്കുന്ന സ്ത്രീകളുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഇത്രയും ഇച്ഛാശക്തിയോടെ ഈ ജീവിത പ്രതിസന്ധികളെ മുഴുവൻ നേരിട്ടുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ സമരം നടത്തുന്ന ഒരു പുതിയ സമര ചരിത്രം എഴുതി ചേർത്തൊരുങ്ങുന്ന സ്ത്രീകളോടാണ് നട്ടലില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ചിന്താശേഷി ഇത്രയേ ഉള്ളൂ. ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ എന്താ പറയാ പോഷക സംഘടനയായിട്ടോ അവര് പറയുന്ന രാഷ്ട്രീയം ഏറ്റു പറയുന്ന ആളുകളായിട്ടോ മാത്രമേ ഒരു എന്താ പറയാ സ്വതന്ത്ര സംഘടനയ്ക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ നിലനിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു അപ്രഖ്യാപിത നോം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു വാസ്തവം. അപ്പൊ ഒരു സ്വതന്ത്ര സംഘടന ഇത്രയും സ്ത്രീകളെ സംഘടിപ്പിക്കുക എന്നുള്ളത് എത്രത്തോളം ശ്രമകരമായിരുന്നു? അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ തുടക്കത്തില് നമ്മളോട് വന്ന് ആവശ്യപ്പെട്ടതാണ് അവര്. കാരണം ഇവിടെ പരമ്പരാഗതമായ യൂണിയനുകളുണ്ട്, അതിൻ്റെതായ രീതികളും ചിട്ടവട്ടങ്ങളും ഉണ്ട് പ്രവർത്തിക്കുന്നതിനും കാര്യങ്ങൾക്കും എല്ലാം. അപ്പൊ അതുകൊണ്ട് ആ സംഘടനയിലൂടെ ആശാവർക്കർമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു കൂട്ടം ആശാവർക്കർമാരാണ് നമ്മളോട് വന്ന് ഞങ്ങൾക്കൊരു സംഘടന ഉണ്ടാക്കി തരണം എന്നാവശ്യപ്പെട്ടത്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ എല്ലാവരും പാർട്ടി അല്ലെങ്കിൽ പാർട്ടി കൊടുത്ത ജോലിയാണ് എല്ലാവർക്കും. അപ്പോൾ അതിൽ നിന്ന് ആളുകൾ വരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. അപ്പം തുടക്കം മുതൽ തന്നെ നമ്മുടെ ഈ സംഘടനയ്ക്ക് എതിരായിട്ടുള്ള ഇത് അപവാദം പറച്ചിലാണല്ലോ ഇവരുടെ മെയിൻ. അത് സ്ത്രീകളാണെങ്കിൽ എളുപ്പമാണല്ലോ അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മളെ അന്ന് ഇവർക്ക് പറയാവുന്ന എല്ലാം പറയും. നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി, നമ്മൾ തുടക്കം മുതൽ ഒരു സമര സംഘടനയാണ്. നമ്മൾ സമരം നടത്തിയാണ് ആളുകൾ നമ്മുടെ കൂട്ടത്തോട്ട് നമ്മൾ വെക്കുന്ന ഡിമാൻഡുകൾ അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഇത്തരം സമരങ്ങൾ, അതിലൂടെയാണ് ആളുകൾക്ക് മറ്റുള്ള സംഘടനയിൽ നമ്മുടെ സംഘടനയുടെ വ്യത്യസ്തത മനസ്സിലായി. പിന്നെ ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സംഘടനയാണ്, സ്വതന്ത്ര സംഘടനയാണ്. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഇല്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും നമ്മുടെ ഡിമാൻഡുകൾ അതെ സമരം ചെയ്യാം. അപ്പൊ അത് പൊതുവെ ഈ രാഷ്ട്രീയത്തിന്റെയൊക്കെ അതിപ്രസരം കണ്ട് മടുത്തു നിൽക്കുന്ന ആളുകളാണല്ലോ, അല്ലെങ്കിൽ അതിന്റെ ആത്മാർത്ഥതയില്ലായ്മയും സത്യസന്ധതയില്ലായ്മയും കണ്ട് മടുത്തു നിൽക്കുക പാർട്ടികളിലുള്ള ആളുകൾ ഉൾപ്പെടെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് നമ്മളോടൊപ്പം ചേരാൻ ആശാവർക്കർമാർക്ക് താല്പര്യമുണ്ടായി. നമ്മളിവിടെ എന്തൊരു സമരം വെച്ചാലും ആ ദിവസം അവർ പ്രത്യേകമായി എന്തെങ്കിലും ഒരു പരിശീലന പരിപാടി, എന്തെങ്കിലും എല്ലാവരും പങ്കെടുക്കേണ്ടുന്ന ഒരു പരിപാടി വയ്ക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിമം ആള് കുറയ്ക്കാനുള്ള ഒരു പരിശ്രമം അത് നടത്തും. പിന്നീട് ഇത് തിരുവനന്തപുരത്താണ് തുടങ്ങിയത്. ഗ്രാജുവലി മറ്റു നമ്മുടെ മൂവ്മെന്റിലൂടെ മറ്റു ജില്ലകളിലേക്ക് വളർന്ന് ഇപ്പൊ നമ്മൾ ഇവിടെ നിരാഹാര സമരം ഈ രാപ്പകൽ സമരം ആരംഭിക്കുമ്പോൾ നമുക്ക് സംഘടനയുള്ളത് ഒരു 6-7 ജില്ലകളിലാണ്. കാസർഗോഡുണ്ട്, പാലക്കാടുണ്ട്. എന്നാൽ നമുക്ക് തൃശ്ശൂർ സംഘടന ഉണ്ടായിരുന്നില്ല, ഇടുക്കിയിലുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ ജില്ലകളിലും സംഘടന സ്ട്രെങ്ത് വൈസ് ട്രിവാൻഡ്രമായിരുന്നു ഏറ്റവും ശക്തിയുള്ളത്. ബാക്കി ജില്ലകളിലൊക്കെ ഉണ്ട്. ഇപ്പൊ കോട്ടയം, കൊല്ലം, ആലപ്പുഴയൊക്കെ നല്ല സംഘടനയാണ്. പക്ഷെ മറ്റ് ജില്ലകളിലൊക്കെ കുറച്ച് പോക്കറ്റുകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ മൂവ്മെന്റ് തുടങ്ങിയതിൽ പിന്നെ എല്ലാ ജില്ലകളിലും വളരെ ശക്തമായ ഒരു സംഘടനയായി നമ്മുടെ സംഘടന മാറിയിട്ടുണ്ട്.
നമ്മൾ ഈ ആവശ്യങ്ങള് മുമ്പ് തന്നെ ഉന്നയിക്കുന്നതാണല്ലോ. തീർച്ചയായും കൂലി കൂടുതൽ എന്നുള്ളത് ബേസിക് ഡിമാൻഡും ആണല്ലോ. ഈ ഇപ്പം CITU ആണെങ്കിലും ഒക്കെ നേരത്തെ തന്നെ ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടുള്ള അവകാശ സമരങ്ങളുടെ ഭാഗവും കൂടിയിട്ടാണ്. നമ്മള് അത്തരം സമരങ്ങളുടെ ഭാഗം ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം ഇത്തരം സമരങ്ങൾ നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ നടത്തിയിട്ടുള്ളതോ അതോ കോർഡിനേഷന്റെ ഭാഗമായിട്ട് നടത്തിയില്ല? ഇല്ല, നമ്മള് സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ്. കാരണം പ്രത്യേകിച്ചും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവരുടെ സംഘടന സമരത്തിന് അങ്ങനെ ഇറങ്ങിയില്ലല്ലോ. ഞങ്ങൾ എപ്പോഴും സമരം പ്രഖ്യാപിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ പെട്ടെന്നൊരു സമരം നടത്തും, അവരുടെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി. കാരണം ഈ നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ കോവിഡിന്റെ സമയത്ത് ഈ ആശാവർക്കർമാർക്ക് മാസ്ക് പോലും കൊടുക്കില്ലായിരുന്നു. 2 or 3 മാസ്ക് കൊടുക്കും, പിന്നെ സാനിറ്റൈസറോ അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ അതിന് വേണ്ടിയിട്ട് വളരെ ശക്തമായ സമരം നടത്തി. ഇവിടെ തന്നെ നടത്തിയിട്ടുണ്ട് അല്ലേ? ഇവിടെ തന്നെ കോവിഡിന്റെ സമയത്ത് അതിനെതിരെ നമുക്ക് കേസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ കേരളത്തിൽ ആ സമയത്ത് നടന്ന ഏറ്റവും വലിയ പങ്കാളിത്തത്തോടെ നടന്ന ഒരു 10,000-3000 പേര് പങ്കെടുത്ത പരിപാടിയാണ്. ഇവിടുത്തെ എല്ലാ പത്രങ്ങളും അതിന് വളരെ പ്രാമുഖ്യം നൽകിയിരുന്നു. അപ്പൊ അവര് എല്ലാം ഇപ്പൊ നമ്മൾ അന്ന് ഡിമാൻഡ് വയ്ക്കുമ്പോൾ നമ്മൾ ഈ 21,000 രൂപ നൽകി ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തുക നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. പിന്നെ 2019 ഇവർ ഈ ക്രൈറ്റീരിയ കൊണ്ടുവന്നതിന് ശേഷം നമ്മളാണ് അന്ന് മുതൽ ഇന്ന് വരെ ക്രൈറ്റീരിയ മാറ്റണമെന്ന് ആവശ്യം. പക്ഷെ അവര് അന്ന് അതിനെല്ലാം അപഹസിക്കുക. നമ്മുടെ സമരത്തിന് ആളുകൾ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെ വാട്സാപ്പ് വോയിസ് മെസ്സേജ് ഇട്ട് കൊടുക്കണം. ഇപ്പൊ അങ്ങ് ചെന്നാൽ മതി, കിട്ടും. ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടായോ? തരാൻ പറ്റുന്ന സാധനം ചോദിക്കണം. 21,000 രൂപയൊക്കെ എന്ത് സർക്കാർ ഉദ്യോഗസ്ഥരാണോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച ആളുകളാണ്. ഗ്രാജ്വലി എന്നറിയോ, N ബ്ലോക്കായിട്ട് ആളുകൾ നമ്മുടെ കൂടെ വരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് ഒപ്പുശേഖരണമൊക്കെ നടത്തി. ആ കോവിഡിന്റെ സമയത്ത് നമുക്ക് മാസ്കും സാനിറ്റൈസറും അതുപോലെ തന്നെ റിസ്ക് അലവൻസ് 15,000 രൂപ തരണമെന്ന് പറഞ്ഞു. കാരണം യാതൊരു സെക്യൂരിറ്റി ഇല്ല, ഒരു മനുഷ്യനും ഈച്ച പോലും പുറത്തിറങ്ങാത്ത സമയത്താണ് ആശാവർക്കർമാര് ഈ കോവിഡ് സമയത്ത് പ്രവർത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് റിസ്ക് അലവൻസ് വേണം. അപ്പോൾ 10,000 കണക്കിന് ഒപ്പാണ് ശേഖരിച്ച് നമ്മൾ ഈ ആരോഗ്യമന്ത്രിക്കൊക്കെ കൊടുത്തത്. അപ്പൊ അത് വളരെ വലിയൊരു അടിയായി അവർക്ക്. ഈ എല്ലാ കണ്ണൂരിൽ നിന്നൊക്കെ എത്ര ഒപ്പ് 1000 കണക്കിന് വരാൻ. അപ്പൊ അതവരെ അവസാനം നമ്മുടെ ഈ മൂവ്മെന്റ് നമ്മളൊരു ചെറിയ സംഘടനയായിട്ട് ഒതുങ്ങി നിൽക്കില്ല. ഇതിന്റെ വ്യത്യസ്തത കൊണ്ട് തന്നെ ആശാവർക്കർമാര് അവരുടെ യൂണിയനുള്ള ആശാവർക്കർമാർ ഉൾപ്പെടെ നമ്മളിലേക്ക് വരുന്നു എന്ന് വരുമ്പോഴത്തേക്ക് അവർ ഡിമാൻഡ് മാറ്റാനും മൂവ്മെന്റുകൾ നടത്താനും അവർ നിർബന്ധിതമായി. അങ്ങനെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പം നമ്മള് ജനുവരി 25-ന് ഇവിടെ ഒരു സമരം നടത്തിയിരുന്നു. അന്ന് പ്രഖ്യാപിച്ചാണ് നമ്മള് ബഡ്ജറ്റിൽ നമ്മളെ പരിഗണിച്ചില്ല. കാരണം അപ്പം 2 മാസം ഓണറേറിയവും 3 മാസം ഇൻസെന്റീവും ഡ്യൂ ആണ്. എന്നിട്ട് അതും പിന്നെ നമ്മൾ അതിനു മുമ്പ് തന്നെ DHM-ലും DHS-ലും ആരോഗ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും ഒക്കെ ഇത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം കൊടുത്തിരുന്നു. അപ്പോൾ പരിഗണിച്ചില്ല എങ്കിൽ നമ്മൾ രാപ്പകൽ സമരം തുടങ്ങുന്നു. അപ്പോഴത്തേക്ക് നമ്മളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ CITU ഫെബ്രുവരി 6-7 ഒരു സമരം നടത്തി. 6-ാം തീയതി തുടങ്ങി 7-ാം തീയതി 3 മണിയായപ്പോഴത്തേക്ക് സമരം തീർന്നു. അപ്പൊ അവര് ഈ ശൈലി ആപ്പ് എന്ന് പറയുന്ന ഒരു സർവേ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഒരു ആപ്പ് ശൈലി ആപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ ശൈലി ആപ്പ് വന്നപ്പോഴത്തേക്ക് OTP വേണമെന്നുള്ളത് നിർത്തുന്നത്. അതിപ്പോ ഈ സാമ്പത്തിക തട്ടിപ്പൊക്കെ നടക്കുന്നത് കാരണം ആളുകൾ OTP കൊടുക്കില്ല, വിമുഖത കാണിക്കുക. അപ്പൊ അത് കുറച്ച് പ്രയാസമായി. അപ്പൊ അതായിരുന്നു അവരുടെ ഒരു മെയിൻ ഡിമാൻഡ്. അപ്പോൾ പക്ഷെ ആ സമയം ആയപ്പോഴത്തേക്ക് ഫെബ്രുവരി അവസാനം ആകുമ്പോഴത്തേക്ക് ഈ ശൈലി ആപ്പ് പൂർത്തിയാക്കി കൊടുക്കേണ്ടതാണ്. ഏകദേശം എല്ലാവരും അത് പൂർത്തിയാക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് അവർ ആ ഒരു ഡിമാൻഡുമായിട്ട് വന്ന്. പിന്നെ ഈ ക്രൈറ്റീരിയ സംബന്ധിച്ച് സത്യത്തിൽ ഞങ്ങൾ ഡിസംബർ 4-ന് ഡയറക്ടറേറ്റിലൊരു മീറ്റിങ്ങിന് പോയായിരുന്നു. എല്ലാ യൂണിയനുകളെ അവിടെ NHM ഡയറക്ടർ വിളിച്ചു. അപ്പൊ അവിടെ വെച്ച് ഈ CITU-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഉണ്ടായിരുന്നു, ഇവരുടെ യൂണിയന്റെ. അവർ പറഞ്ഞു ഞങ്ങളാണ് ഈ ക്രൈറ്റീരിയ ആവശ്യപ്പെട്ടത്, പക്ഷെ ഇപ്പം ഞങ്ങൾ പറയുന്നത് അത് ഒഴിവാക്കുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ എത്ര തൊഴിലാളി വിരുദ്ധമായ ഒരു കാര്യമാണ്. ഒരു തൊഴിലിന് ക്രൈറ്റീരിയ വെക്കാം, പക്ഷെ വേതനത്തിന് ക്രൈറ്റീരിയ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഡെമോക്രാറ്റിക് അല്ലല്ലോ. അന്ന് അവരാവശ്യപ്പെട്ടു. എന്നിട്ട് അതിനെന്തോ 5 എണ്ണം മന്ത്രിയായിട്ട് ചർച്ച നടത്തി 5 എണ്ണം ഒഴിവാക്കാം, 5 എണ്ണം പൂർത്തീകരിച്ചാൽ ഫുൾ എമൗണ്ട് കിട്ടും എന്നുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾ മിനിസ്റ്ററെ കണ്ടപ്പോഴത്തേക്ക് മിനിസ്റ്റർ പറഞ്ഞത് അത് ഉടനടി അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പൊ അവര് പിന്നെ NHM ഡയറക്ടറേറ്റിൽ നിന്ന് കുറച്ച് പേരെ വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കി അവരൊരു പഠനം നടത്തി റിപ്പോർട്ട് തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാജ്വലി മാറ്റാന്നാണ് പറഞ്ഞത്.
അത് കുറച്ച് സമയം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളും സമരം തുടങ്ങിയതിന്റെ 4-ാമത്തെ 5-ാമത്തെ ദിവസം കണ്ട് പറ്റി അവർ പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ഓർഡർ വന്നിട്ടില്ല. ഇത് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു സമരത്തിന്റെ പോക്ക്. അവരുമായിട്ട് നമ്മള് സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു യോജിച്ച സമരമൊന്നും നടന്നിട്ടില്ല. അതിന് അങ്ങനെ പറ്റത്തില്ലല്ലോ. ഈ സമരം തുടങ്ങിയതിന് ശേഷമേ CIT-ന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ INTUC-യുടെ ഭാഗത്തു നിന്നോ നമുക്ക് ഒന്നിച്ച് സമരം ചെയ്യാമെന്നോ നിങ്ങൾ നിർത്തണമെന്നോ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വന്നിരുന്നു? CIT-ന്റെ ഭാഗത്തു നിന്ന് നമ്മളെ സമരം തുടങ്ങിയപ്പോൾ മുതൽ പ്രത്യേകിച്ച് അതിന്റെ സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് അടക്കമുള്ള പറയുന്ന കാര്യങ്ങൾ അറിയാലോ. വളരെ മോശമായിട്ടും മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് യോജിപ്പിന്റെ വഴിയിലേക്ക് ഒരിക്കലും എത്താൻ അവർ പറയുന്നത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്താൽ ഞങ്ങളും വരാന്നാണ് പറയുന്നത്. അത് ഇതിനകത്ത് സംഗതി എന്ന് പറഞ്ഞാലേ ഇത് ഓരോന്നും ഓരോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള സംഘടനകളല്ലേ. സംഘടനകൾ സ്വതന്ത്രമായ അവരുടേതായ രീതിയിൽ സമരം നടത്തും. ഒരു സമരം നടത്തുമ്പോൾ എല്ലാ സംഘടനകളും വന്ന് അതിനെ പിന്തുണയ്ക്കെങ്കിൽ പിന്നെ അങ്ങനെയുള്ള സംഘടനകൾ വ്യത്യസ്തമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ദേശീയ തലത്തിൽ ട്രേഡ് യൂണിയനുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. അത് സംയുക്തമായി പ്രക്ഷോഭം നടത്തും കേന്ദ്ര ഗവൺമെന്റിനെതിരെ. മറിച്ച് ഇത്തരത്തിൽ സ്റ്റേറ്റിലെ പർട്ടിക്കുലറായ ഇഷ്യൂസ് എടുത്ത് സമരം നടത്തുമ്പോൾ അത് ഓരോ സംഘടനയ്ക്കും അതിൻ്റെതായ തീരുമാനങ്ങളല്ലേ. അപ്പോൾ ഇപ്പൊ അങ്ങനെ പറയുന്ന ഒരു കാര്യം വരുന്നത് അത് യുക്തിരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അതേ അപ്പുറത്ത് അംഗൻവാടിക്കാർ സമരം നടത്തുന്നു. എന്തുകൊണ്ടാണ് CIT പിന്തുണയ്ക്കാത്തത്? അത് INTUC-യുടെ സമരമാണ്, അവരുടെ ഡിമാൻഡാണ്. അതങ്ങനെ CIT-ന് ഒരു ഉപാധിയില്ലാതെ CIT-ന് പിന്തുണയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഒരു സംഘടനയുടെ സമരം നടത്തുന്നത് അപ്പൊ അതെങ്ങനെ മറ്റു യൂണിയനുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെ പിന്തുണയ്ക്കാൻ പറ്റും? മറിച്ച് ഇവിടെ ഇപ്പം പിന്തുണയുമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ കേരളത്തിൽ ഇനി നമ്മളെ പിന്തുണയ്ക്കാൻ ഒരു സംഘടനയെ അവശേഷിക്കുന്നില്ല. വരുന്നത് ഈ സമരം ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡ് ന്യായമാണെന്നും ആശാ വർക്കർമാരുടെ സേവനം കിട്ടാത്ത ഒരാൾ പോലും ഈ കേരളത്തിലില്ല. പ്രത്യേകിച്ചും കോവിഡിന്റെ സമയത്ത് അവർക്ക് കിട്ടിയ സേവനം അവരൊരിക്കലും മറക്കില്ല. അപ്പൊ അത് അവർക്ക് തിരിച്ച് ആശാ വർക്കർമാരോട് ഉള്ള ആ സ്നേഹവും അത് പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ അത് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊതുസമൂഹം ഒന്നടങ്കം. അപ്പൊ ഇതൊരു വലിയ നമ്മൾ ആശാവർക്കർമാർ തുടങ്ങി വെച്ച ഒരു സമരമാണെങ്കിൽ ഇതൊരു ജനകീയ സമരമാണ്. അപ്പൊ അതിനോട് മുഖം തിരിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. തന്നെയല്ല, നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡ് ന്യായമാണ്, അന്യായമല്ലല്ലോ. അപ്പൊ ന്യായത്തോടൊപ്പം നിൽക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും CIT INTUC ചെയ്യേണ്ടിയിരുന്നത് അവരെല്ലാവരും പറയുന്നത് സമരം ന്യായമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ന്യായമാണ് അവർ പറയുന്നത്? INTUC-യുടെ ചന്ദ്രശേഖരൻ പറയുന്നത് അവരോട് ഞങ്ങൾ ആലോചിച്ചില്ലെന്നാണ്. അതെന്ത് പറച്ചിലാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഒരു സമരം തുടങ്ങാൻ പോകുമ്പോൾ CIT-നോടും PMS-നോടും ആലോചിച്ചിട്ടാണ് സമരം തുടങ്ങുന്നത്. യുക്തിരഹിതമായിട്ട് ഇവരെ പോലെ മുതിർന്ന നേതാക്കന്മാർ സംസാരിക്കരുത്. കാരണം അവരാണ് അവഹേളിതരാകുന്നത്, പരിഹാസകരാകുന്നത്. ഞങ്ങൾ ആശാവർക്കർമാരെ മാത്രമല്ല, പൊതുസമൂഹം സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ. അപ്പൊ അവരൊന്ന് മനസ്സിലാക്കണം. പിന്നൊരു വലിയ ആരോപണമേ തുടക്കം മുതൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് സൂസി എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു സ്ത്രീവിരുദ്ധമായിട്ടുള്ള ടോൺ ഉണ്ട് ഉറപ്പായിട്ടും. ഒപ്പം അതിനോട് അഫിലിയേറ്റഡ് അല്ലാത്ത ഒരു സംഘടനയിൽ ആരോപിക്കുന്നതും കൂടെ ഉണ്ടല്ലോ. ഈ ആരോപണത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടുക? അല്ലെ, എനിക്ക് തോന്നുന്നത് അതെ. ഇപ്പം കഴിഞ്ഞ ദിവസം CM ഒരഭിപ്രായം പറഞ്ഞു, അങ്ങനെ സമരത്തിലൂടെ എല്ലാം നേടാം എന്ന് വിചാരിക്കണ്ട, അങ്ങനെ അത് ശരിയല്ലല്ലോ. അപ്പൊ ഈ സമരം സെറ്റിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് പറയുന്ന പല കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. കാരണം ഇപ്പം ഇവിടെ ഈ സംഘടനയില് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്, അത് പാടില്ല എന്നുണ്ടോ? മറിച്ച് ഈ സംഘടനയ്ക്ക് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ എന്നല്ലേ നോക്കേണ്ടത്. ഏതൊരു സമരത്തിലാണെങ്കിലും അതിന് നേതൃത്വത്തിൽ വരാൻ കുറച്ചു പേരുണ്ടാവും. അങ്ങനെ ഒരു നേതൃത്വം കൊടുക്കാതെ ഒരു സമരത്തിന് മുന്നോട്ട്, ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് ആളുകൾ വരും. ഇവിടെ പിന്നെ P. കൃഷ്ണപിള്ളയും AKG ആണ് ഈ കേരളത്തിൽ ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിച്ചത്. ഏതെല്ലാം മേഖലകളിൽ പോയി ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ചു. അവര് അങ്ങനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ചാപ്പകുത്തി മാറ്റപ്പെട്ടിരുന്നെങ്കിൽ ഇവിടെ ട്രേഡ് യൂണിയൻ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. തൊഴിലാളികൾക്ക് മാന്യമായി അന്തസ്സോടെ നിന്ന് അവന്റെ അവകാശങ്ങൾ ചോദിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും പറയുന്നത് യുക്തിസഹമായിട്ടുള്ള കാര്യമല്ല. ഏതൊരു സമരത്തിനും നേതൃത്വം കൊടുക്കാനാണ്. പക്ഷെ സംഘടനയ്ക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്നാണ് നോക്കണേ. ഇവിടുത്തെ BJP-യുടെ എത്രയോ മെമ്പർമാരുണ്ട് നമ്മുടെ സംഘടന. CIT-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്ന് വരുന്ന എത്രയോ ആളുകൾ. ഇവിടുത്തെ വീട്ടിൽ നിന്ന് പറയുന്ന അമ്മച്ചിമാരുടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ആശാവർക്കർ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച പറഞ്ഞ് എൻ്റെ അച്ഛൻ മരിച്ചപ്പം ആ അച്ഛൻ്റെ ശരീരത്തിൽ ചെങ്കൊടി മാത്രമേ ഇട്ടിരുന്നുള്ളൂ.
അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിയുടെ ലേബലിൽ പെടുത്തി അതിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്കിപ്പോൾ മനസ്സിലായല്ലോ. അത് ഈ സമരത്തെ സെറ്റിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാരണങ്ങളിൽ ഒരു കാരണമായിട്ട്. പിന്നെ നമ്മൾ അങ്ങനെ ബ്രാൻഡ് ചെയ്ത ആളുകൾ നമ്മളിൽ നിന്നും നമ്മുടെ സമാറിട്ട് പോകുന്നു എന്നുള്ളൊരു വിചാരം. പക്ഷെ അവർക്ക് തെറ്റുപറ്റി. കാരണം ഈ നമ്മൾ ഇവിടെ ഈ 43 ദിവസമായി നടത്തുന്ന സമരത്തിൽ ഒരു രഹസ്യവുമില്ല. ഇത് പബ്ലിക്കാണ്. നമ്മളെപ്പോഴും ഈ ചാനലുകളുടെ സർവൈലൻസിലാണ് നമ്മൾ. സുതാര്യമാണ്. ഇവിടുത്തെ ഈ നിൽക്കുന്ന ഓരോ ഇലയിലും നമ്മളെ ഒബ്സർവ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ മനില ഇപ്പൊ വന്ന് അടുത്ത നിമിഷം ഇവിടുത്തെ ഇന്റലിജൻസിന്റെ ആൾ ഇവിടെ വരും. ആരാണ് വന്നതെന്ന് അറിയുന്നത്. കാരണം അത്രയ്ക്കാണ് ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നിരീക്ഷണത്തിലാണ്. ഇതൊക്കെ അറിയാവുന്ന ആളാണ്. ഇതിനകത്ത് എന്ത് രഹസ്യമുണ്ട്? ഒരു രഹസ്യമില്ല. ഞങ്ങളിവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ, ഞങ്ങൾ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങളല്ല, നമ്മൾ കൂട്ടായിട്ട് എടുക്കുന്ന ആശാവർക്കർമാരെ. നമുക്ക് സംസ്ഥാന കമ്മിറ്റിയുണ്ട്, ജില്ലാ കമ്മിറ്റികളുണ്ട്, അതിൽ താഴെയുള്ള കമ്മിറ്റികളുണ്ട്. അവിടെ എല്ലാം ചർച്ച ചെയ്തിട്ട് നമ്മുടെ ഓരോ ഘട്ടവും നമ്മൾ അവരുമായി ആലോചിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ രഹസ്യമാക്കി വെക്കാനൊന്നുമില്ല. എല്ലാം ഏതൊരാൾക്കും മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊതുസമൂഹം നമ്മള് ഓരോ ദിവസവും കഴിയുന്നതോറും നമ്മളെ പിന്തുണ ഏറിക്കൊണ്ടിരിക്കുക. സമരത്തിനെതിരായിട്ടുള്ള സംഘടനകൾ വരെ ഇവിടെ വന്ന് സമരത്തിന് ഐക്യദാർഢ്യം 2020 വന്നു. അവരൊന്നും ഞങ്ങൾ സമരത്തിനെതിരായിട്ടുള്ള സംഘടന, പക്ഷെ നിങ്ങളുടെ സമരം ന്യായമുണ്ട്, ഞങ്ങൾ പിന്തുണയ്ക്കും. ഇവിടെ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു സംഘടനയുണ്ട്. ആ മനുഷ്യൻ വന്ന് ഇവിടെ സമരത്തിനെ പിന്തുണച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും വൈചിത്ര്യങ്ങളുള്ള അല്ലെ വൈവിധ്യങ്ങളുള്ള ഒരു പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എക്സ് സർവീസ്മെൻ അവർ ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. അവർ ഭാരത് മാതാ കീ ജയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല പ്രസംഗിച്ചു തന്നെ, പക്ഷെ നിങ്ങൾക്ക് പിന്തുണ അറിയിക്കാൻ ഞങ്ങൾ ഇവിടെ വരണമെന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വരികയാണ്. ഇതാണ് ഈ സമരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണയുടെ ഒരു വൈവിധ്യം അല്ലെ വൈപുല്യം എന്ന് പറയുന്നത്. അത് ഇവർ ഈ പറയുന്നത് കൊണ്ടൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കഴിയില്ല. ഈ നേരത്തെ AKGയുടെയും കൃഷ്ണപിള്ളയുടെ ഒക്കെ പേര് പറഞ്ഞല്ലോ. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിനകത്ത് ഈ ഇടതുപക്ഷ നേതാക്കൾക്കുള്ള പങ്ക് നമുക്ക് കേരള ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അറിയാം. വർഗരാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഭരണകൂട ഭരിക്കുന്ന സർക്കാർ എത്രത്തോളം ഇടതുപക്ഷ ആശയങ്ങൾ, വർഗസമരത്തിന്റെ ധാർമ്മികത, ഇപ്പോൾ ഇവിടെ സമരത്തിൽ ടാർപോളിൻ അഴിച്ചു മാറ്റി എന്ന് പറയുന്ന ആ ഒരു ചെറിയ വിഷയത്തിൽ പോലും ഇവരുടെ ഈ വർഗബോധം അല്ലെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് എത്രത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയം ചോർന്നു പോയി എന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും അത് എക്സ്പോസ്ഡ് ആയല്ലോ ഇപ്പൊ തന്നെ. അതല്ലെങ്കിൽ ഇടതുപക്ഷം എപ്പോഴും സ്വാഗതം ചെയ്യേണ്ടുന്നത് തൊഴിലാളികളുടെയും പണിയെടുക്കുന്നതിൻ്റെയും വർഗബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മുന്നേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പൊതുജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൽ അല്ലെ ജനാധിപത്യ ബോധത്താൽ ഉയർന്നു വരുന്ന ജനകീയ സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വർഗീയത എങ്ങനെയാണ് ചെറുക്കാൻ കഴിയുന്നത്? വർഗീയതയ്ക്കെതിരെ സദസ്സ് നടത്തിയോണ്ടോ ചലഞ്ച് നടത്തിയോണ്ടോ വർഗീയതയെ ചെറുക്കാൻ കഴിയില്ല. വർഗീയതയെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്, സാധാരണക്കാരന്, ഇവിടുത്തെ ആളുകൾക്ക് അത്തരത്തിലുള്ള ഉയർന്ന ജനാധിപത്യ ബോധവും രാഷ്ട്രീയ ബോധവും കൊടുക്കണം. അതിലൂടെ പറ്റത്തില്ല. അതെങ്ങനെയാണ് സാധ്യമായി വരുന്നത്? അത് സാധ്യമായി വരുന്നത് ഇതുപോലെ ജനകീയ സമരങ്ങളിലൂടെ. ഇപ്പം ഞങ്ങൾ 43 ദിവസമായി ഒന്നിച്ചിവിടെ ജീവിക്കുകയാണ്. ഞങ്ങൾ ഒരേ ഭക്ഷണം കഴിച്ച് ഒരേ സൗകര്യങ്ങളിൽ വിവിധ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഇതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സമര സാഹോദര്യമുണ്ട്. നമ്മൾ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഇത് അന്ധമായി നമ്മളെ അവർ അനുസരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളെ നമ്മളൊരു അഭിപ്രായമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു പരിശീലനം. ഇപ്പം നിങ്ങൾ കണ്ടാണല്ലോ ഈ ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആശാവർക്കർമാരെ, അവരെത്ര ഭംഗിയായിട്ട്, എത്ര ക്ലിയർ ആയിട്ട്, എത്ര ക്ലാരിറ്റിയാണ്. അതെങ്ങനെ സാധ്യമായി വന്നു? അത് ചുമ്മാ ഇവരെ സമരം തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചോണ്ട് ഏതെങ്കിലും ചാനലിൽ ഇരുന്നാൽ ഇങ്ങനെ പറയാൻ കഴിയില്ല. മറിച്ച് സമരം രൂപപ്പെട്ട ആ ഒരു ആത്മവിശ്വാസവും ഈ വിഷയങ്ങളെ എങ്ങനെ സമീപിക്കണം, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടുന്നത് എന്നുള്ളതൊക്കെ അവർ ഈ സമരത്തിലൂടെ മനസ്സിലാക്കിയിട്ട്. അപ്പൊ സമരം എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായ ഒരു പാഠമാണ്. മനുഷ്യന് സമര സാഹോദര്യം, സമര സംസ്കാരം എന്നൊക്കെ പറയുന്നത് അതാണ് ഇടതുപക്ഷം വളർത്തിയെടുക്കേണ്ടത്. അതാണ് ഇടതുപക്ഷം എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇതുപോലുള്ള സമരങ്ങൾ വളർന്നു വരണം. പക്ഷെ അവരിന്ന് സമരവിരുദ്ധരാണ് എന്നുള്ളതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതല്ല എങ്കിൽ ഈ സ്ത്രീ തൊഴിലാളികൾ ഇത്രയും ന്യായമായ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ തെരുവിൽ വന്ന് 43-44 ദിവസം ഇരിക്കുമ്പോൾ, ഇപ്പോൾ
നമ്മുടെ നിരാഹാര സമരം 5 ദിവസം പിന്നിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ സ്ത്രീകൾ ഇങ്ങനെ നടത്തി എനിക്കറിയത്തില്ല, ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ വായിച്ചിട്ടില്ല, ഉണ്ടാവാം. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഈ സമീപകാലത്ത് ഇങ്ങനെ ഒരു സമരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമരത്തെ അനുഭാവപൂർവ്വം കണ്ട് തൊഴിലാളികളുടെ സർക്കാരല്ലേ, ഇന്ത്യയിലെ ബാക്കി ആളുകളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോഴൊരു ഇടതുപക്ഷത്തിന്റെ തുരുത്ത് എന്നുള്ള നിലയിൽ. അപ്പൊ അത് അവര് അത്രയൊരു മാന്യത കാണിക്കണം. അതാണ് ഞാൻ പറയുന്നത്, മാന്യത കാണിക്കണമായിരുന്നു. അവര് ഇടതുപക്ഷത്തിന്റെ ആ ഒരു ഇടതുപക്ഷ സംസ്കാരമോ ഇതൊന്നും കാണിക്കണമെന്ന്, കാരണം അതൊക്കെ ചോർന്ന് പൊക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം കർണാടകത്തിൽ ജനുവരിയിൽ സമരം നടന്നു. 5ാമത്തെ ദിവസം സമരം സെറ്റിൽ ചെയ്തു. അതൊരു കോൺഗ്രസ് സർക്കാരാണ്, പക്ഷെ അവർ അത്രയും ജനാധിപത്യ മര്യാദ കാണിച്ചു. ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, പക്ഷെ ഇടതുപക്ഷീയത അവർ കാണിക്കില്ല, മറിച്ച് അത്രയും ഒരു ജനാധിപത്യ മര്യാദ കാണിക്കാൻ നമ്മൾ ഇപ്പൊ വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ ഏത് തൊഴിൽ സമരത്തിലാണ് വെച്ചിരിക്കുന്നത് മുഴുവൻ നേടിയെടുത്തുകൊണ്ട് അതിന് കോംപ്രമൈസ് ഉണ്ട്, സെറ്റിൽമെന്റ് ഉണ്ട്. നമ്മൾക്കിപ്പം നേടേണ്ടുന്നത് എത്രയാണോ അതിനേക്കാൾ എത്ര ഇരട്ടിയായിരിക്കും നമ്മൾ ഡിമാൻഡ് വെക്കുന്നത്. അപ്പൊ അതറിയാത്ത ആളുകളല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. CM അടക്കം ഇവിടുത്തെ തൊഴിൽ മന്ത്രി അടക്കം തൊഴിൽ മന്ത്രി ശ്രീ ശിവൻകുട്ടിയൊക്കെ എത്രയോ തൊഴിലാളി സമരങ്ങൾ നടത്തി വന്നിട്ടുള്ള ആളാണ്. അപ്പൊ അതിനെ ആ അളവിൽ കണ്ട സമരം സെറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു ജനാധിപത്യ മര്യാദ കാണിക്കാൻ ഇവര് തയ്യാറാകുന്നില്ല. പിന്നെ പി കൃഷ്ണപിള്ള AKJ ഒക്കെ പോലെ AKJ ഒക്കെ അമരാവതി പോയി നടത്തിയ സമരമൊക്കെ ഇവരെപ്പോഴും പാട്ടുപാട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ അവരൊക്കെ എന്ത് തൊഴിലാളികളായിട്ടാണ് അവിടെ പോയി സമരം ചെയ്തത്? മറിച്ച് ഒരു ഇടതുപക്ഷക്കാരൻ എന്നുള്ള നിലയിൽ ഒരു ഇടതുപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അവരുടെ പ്രൈം റെസ്പോൺസിബിലിറ്റിയാണ് പണിയെടുക്കുന്നവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? പക്ഷെ ഇന്ന് നമ്മള് അത് കാണുന്നില്ല. ഇടതുപക്ഷം എന്ന് പറയുന്ന അല്ല, ഇപ്പൊ ഏത് വർഗത്തിന്റെ കൂടെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം നമ്മൾ കണ്ടാണ് ഇപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് കേരളത്തിനാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ സമരങ്ങളില്ലാത്ത സ്ഥലമാണ്. മുതലാളിമാർക്ക് കൊണ്ടുവന്ന് ഇഷ്ടം പോലെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇറക്കി ഇഷ്ടം പോലെ ചൂഷണം ചെയ്തെടുത്തോണ്ടാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതിന് 1ാം റാങ്ക് കിട്ടിയിരിക്കുന്നത് കേരളമാണ്. അപ്പം പക്ഷം മാറി, കക്ഷി മാറി, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം മാറി എന്നുള്ളത് വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ സമരം തുടങ്ങുന്ന സമയത്തെ ഇപ്പൊ കേരളത്തിൽ സമരം ചെയ്യുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായാലും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്, നമ്മുടെ അടുത്ത് അനുഭാവപൂർവമായ ഒരു പെരുമാറ്റം ഉണ്ടാവും, ജനാധിപത്യപരം, അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് തുടക്കത്തിലുണ്ടായിരുന്നോ? ഇല്ല, നമ്മള് എന്തായാലും പറഞ്ഞതിനകത്തൊരു ഘടകമുണ്ട്. നമ്മളൊരു ന്യായമായ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ, അപ്പൊ തീർച്ചയായിട്ടും സർക്കാർ അത് പരിഗണിക്കും. പക്ഷെ അത് പറയുമ്പോഴും നമ്മുടെ മുന്നിൽ CPO റാങ്ക് ലിസ്റ്റ് പെട്ട കുട്ടികൾ നടത്തിയ സമരത്തിന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. കാരണം ഒരുപക്ഷെ കേരളത്തിന്റെ സമര ചരിത്രത്തിൽ സ്വയം പീഡിപ്പിച്ച് ഇങ്ങനെ സമരം നടത്തിയ ഒരു ചരിത്രം എനിക്കറിയില്ല. അത്രയ്ക്ക് വേദനകൾ സ്വയം സഹിച്ച് മുടി മുണ്ടനം ചെയ്ത് നട്ടുച്ചയ്ക്ക് ഇതിലേക്കൂടൊക്കെ ശയന പ്രദക്ഷിണമൊക്കെ നടത്തി ആ കുട്ടികളോട് കാണിച്ച ആ ഒരു നെറികേട് നമ്മുടെ മുന്നിലുണ്ട്. എങ്കിലും ഇതെന്ന് പറഞ്ഞാൽ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്ത് വന്നിരുമ്പോൾ നമ്മളും വന്നിരിക്കുമ്പോൾ ഇത്രയും ദിവസം നീണ്ടുപോകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലല്ല നമ്മൾ വന്നിരിക്കുന്നത്. സെറ്റിൽ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. കാരണം സർക്കാരിന് ഒരു വിധത്തിലും വലിയ ബാധ്യതകൾ ഉണ്ടാകാത്ത, പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഒരു ഡിമാൻഡാണ്. കാരണം വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം എന്ന് വെച്ചാൽ 26,000 പേര് ഒന്നിച്ച് വിരമിക്കുന്നില്ലല്ലോ. വളരെ കുറച്ച് പേരെ ഒരു വർഷം വിരമിക്കത്തുള്ളൂ. അത് പല ഘട്ടങ്ങളിലായിട്ടാണ്. അപ്പൊ അവർക്കൊരു തുക കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാരിന് അധിക ബാധ്യതയല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക ബാധ്യത വലിയ വീണ്ടും ഉയർത്തുന്നതൊന്നും അല്ല. 21,000 രൂപ ആക്കിയാൽ പോലും അതൊരു വലിയ ബാധ്യതയല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന, കാരണം ഇവര് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ജോലിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ ഫീൽഡിലുള്ള പ്രശ്നമുണ്ട്. കാരണം പാലിയേറ്റീവ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്ന ആളുകളാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് സർക്കാർ പരിഗണിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അവര് വളരെ വലിയ കടുംപിടുത്തത്തിലാണ്, പിടിവാശിയാണ്. വ്യക്തികളെ നമ്മൾ പരസ്പരം ഈഗോയും വ്യക്തിവൈരാഗ്യവും ഒക്കെ പുലർത്തുന്നത് നമുക്ക് വേണമെങ്കിൽ ജീവിതാവസ്ഥകളിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷെ ഒരു പ്രസ്ഥാനങ്ങളെ ഇതുപോലുള്ള ഒരു പെറ്റിനെസ് കാണിക്കുമ്പോൾ, ഇത്തരം പെറ്റിയായിട്ടുള്ള ഈഗോ വെച്ച് പുലർത്തും, ഒരു ഭരണകൂടം വെച്ച് പുലർത്തും എന്നുള്ളത് അങ്ങനെ കരുതി. അത് ഞങ്ങള് കുറെയൊക്കെ പഠിക്കുകയാണല്ലോ ഇവിടെ വന്നിരുന്നതിന് ശേഷം. കാരണം പൊതു താല്പര്യത്തിനപ്പുറത്തായി അപ്പൊ ഇതൊരു സാമൂഹിക വിഷയം. നമ്മൾ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരുടെ മാത്രം വിഷയമല്ലല്ലോ.
മറിച്ച് ഇതൊരു പൊതുവായ മുഴുവൻ ആശാവർക്കർമാരെ. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ഒരു തുലാസ് വെക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ കണക്ക് കടുംപിടുത്തവും വാശിയും വരുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളും പൊതു ആവശ്യകതയും വരുമ്പോൾ എപ്പോഴും രാഷ്ട്രീയ താല്പര്യത്തിന് മുൻതൂക്കം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നടപടികൾ എടുക്കുന്നത്. പക്ഷേ ഇത് ഏതെങ്കിലും ചില ആളുകളുടെ, ഈ കടുംപിടുത്തക്കാരായ ചില ആളുകളുടെ സർക്കാരല്ലല്ലോ. ഈ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഒരു സർക്കാരല്ലേ. അപ്പൊ അവർക്ക് എത്ര കടുംപിടുത്തം പിടിച്ചാലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനഹിതം മാനിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം. കാരണം കർഷക സമരം 1 വർഷം നീണ്ടു നിന്ന് 775ഓളം പേര് ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടും എത്ര ഏകാധിപതിയാണേലും ജനഹിതത്തിന് മുന്നിൽ അവർക്ക് മുട്ടുമുടക്കാതെ അല്ലെങ്കിൽ അത് മാനിക്കാതെ പോകാൻ പറ്റില്ല അന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഉറപ്പായിട്ടും സമരം ഒരു എന്താ പറയാ ഐതിഹാസികമായ സമരമായി മാറട്ടെ, വിജയിക്കട്ടെ. തീർച്ചയായിട്ടും ഈ വിജയിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള തീരുമാനത്തില്ല. അതായത് ഈ തങ്കമണിയൊക്കെ, ഞാനും തങ്കമണി 6 ദിവസമായി. പുള്ളിക്കാരെ കണ്ടാൽ വളരെ വീക്ക് പെയിലായിട്ടൊക്കെ തോന്നും. പക്ഷേ മനസ്സിന്റെ കരുത്താണത്. കാരണം നമ്മൾ ഇറങ്ങി തിരിച്ച ഈ 43 ദിവസമായി ഈ സമരത്തിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത ഒരു സ്ട്രെങ്താണ് നമ്മളെ ഈ നിരാഹാരത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിച്ചത്. നമ്മൾ വേറൊരു സാഹചര്യത്തിൽ നിന്നിട്ട് ഒരു ദിവസം പട്ടിണി കിടക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് പറ്റത്തില്ലായിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞത് ഈ സമരം നൽകിയ ഒരു ഊർജവും നമ്മൾ ഉയർത്തിയ ഡിമാൻഡ് നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് നമ്മളെ അതിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്നു ചേരുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. 100,000 ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് ഒരുപക്ഷെ ഇത്രയും ദിവസം നിൽക്കാൻ അവർക്കൊക്കെ എങ്ങനെ കഴിയുന്നു എന്ന് നമ്മൾക്കും അത്ഭുതവും വിഷമമൊക്കെ തോന്നും. കാരണം ഇപ്പം സമരത്തിന് വന്ന ആർക്കും ഓണറേറിയം കൊടുത്തിട്ടില്ല. വരാൻ പോലും വണ്ടിക്കൂലി ഇല്ലാത്ത ഒത്തിരിയേറെ പേരുണ്ട്. അപ്പോൾ നമ്മൾ സമരം ചെയ്തതിന് ശേഷമാണ് ഇപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ട് മാസത്തിൽ ഓണറേറിയം കൊടുക്കുന്നത്. ഇൻസെന്റീവ് ഓണറേറിയോ ഒന്നിച്ച് കിട്ടിയത്. കാരണം ഇതുവരെ ആശാവർക്കർമാർക്ക് 21,000 22,000 രൂപ ഒന്നിച്ച് കിട്ടിയിട്ടില്ല. കാരണം ഓണറേറിയം ഇപ്പം 3 മാസം പെൻഡിങ് ആണെങ്കിലും അത് ഒന്നിച്ച് കൊടുക്കില്ല, ഘട്ടം ഘട്ടമായിട്ടേ കൊടുക്കൂ. ഇൻസെന്റീവിന് എപ്പോഴെങ്കിലും ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ ഇത് ഒന്നിനും പ്രയോജനപ്പെടില്ല. കാരണം കടം വാങ്ങിച്ചും ലോണാണല്ലോ. കേരളത്തിലെ ഒരു ശരാശരി മനുഷ്യൻ ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും കടത്തിലാണല്ലോ, ലോണിലാണല്ലോ. അപ്പൊ അതൊക്കെ അടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അത് തികയില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾ സമരം ചെയ്തുകൊണ്ട് ഈസി മാൻ എന്ന് പറയുന്ന ഒരു പോർട്ടലാണ് ഈ ആശമാരുടെ ഇത് അടിച്ചു വരുന്നത്. അത് നമ്മൾ മാർച്ച് 2-ാം തീയതി ഓപ്പണായി. സാധാരണ എല്ലാ മാസവും 20-ാം തീയതി കഴിഞ്ഞ്, അല്ലെ ഇപ്പം കൊടുക്കുന്ന സമയമാകുമ്പോൾ 20-ാം തീയതി കഴിഞ്ഞ് ഓപ്പൺ ആകാറുണ്ട്. ഇപ്പം വേഗമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സമരം നമ്മൾ ഇപ്പം വെച്ചിരിക്കുന്ന 2 ഡിമാൻഡ് നേടി അതിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലും നമ്മൾ വെച്ച ഒട്ടൊക്കെ ഡിമാൻഡുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമരത്തെ സംബന്ധിച്ച് ഈ സമരം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരു പ്രതീക്ഷയാണ്. കാരണം കേരളത്തിൽ ഇതുപോലെയുള്ള തൊഴിൽ സമരങ്ങൾ ഇപ്പോൾ ഉണ്ടായി വരുന്നില്ല. സമരമൊക്കെ മറന്നുപോയി. KSRTC പോലെയുള്ള ഓർഗനൈസ്ഡ് സെക്ടറിൽ പോലും സമരം എന്നൊരു വാക്കുച്ചരിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് അതൊക്കെ വന്ധ്യംകരിച്ചു എന്ന് പറയാം. ആ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു സമര പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ മുഴുവൻ കാണുന്നത്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട്. ഇവരൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഇവിടെ കൊണ്ടുവന്ന് പൈസ തരും, സമരം വിജയിക്കണമെന്ന് ആഗ്രഹിക്കും. അത് വളരെ വലിയൊരു അനുഭവമാണ്. റിട്ടയർ ചെയ്ത് ഒത്തിരി വലിയ ഹയർ പോസ്റ്റിലൊക്കെ ഇരുന്ന ആളുകൾ വരും, നടക്കാൻ പോകുമ്പോൾ ഇതിലേക്കൂടെ വരും. എന്നിട്ട് പറയും, നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരും വരും, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, കൂലി തൊഴിലാളികൾ. നിങ്ങളുടെ അവകാശം നേടിയെടുക്കാതെ ഇവിടുന്ന് പോകരുതെന്നാണ് അവർ പറയുന്നത്. ഈവൻ ഈ പോലീസുകാർ പോലും അതുങ്ങൾ ഇന്നലെ ഒരെണ്ണം ഇവിടെ കുഴഞ്ഞു വീഴും, അതുങ്ങളെ കൊണ്ടിരിക്കുക, വെള്ളം പോലും കൊടുക്കത്തില്ല, ഇരിക്കുക. നമ്മുടെ കസേര എടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഒരു പ്രാഥമിക കാര്യങ്ങൾക്കൊന്നും ഒരു സൗകര്യവും ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഈ കേരളത്തിലെ മുഴുവൻ പണിയെടുക്കുന്നതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളൊരു സമരമാണ്. അത്തരം ഒരു അഭിമാനം ഞങ്ങൾക്കുണ്ട്.